മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനമ്മയുടെ ആയിട്ട് ലേഖ പറയുന്നുണ്ട്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, കുഞ്ഞ് നല്ലപോലെ പാല് കുടിച്ച് ഉറങ്ങുകയാണ്, ഞാൻ പെട്ടെന്ന് വരാം, ജാനമ്മ കുഞ്ഞിനെ നോക്കിക്കോളാനെല്ലാം പറഞ്ഞുകൊണ്ട് കുളിക്കാനായിട്ട് പോവുകയാണ് ലേഖ. അതേസമയം കുഞ്ഞ് ഉറങ്ങുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ജാനമ്മ അങ്ങനെ പെട്ടെന്ന് തന്നെ വിളിച്ച് പറയുകയാണ് പ്രതാപനോട്, അയാളോട് വരാൻ പറഞ്ഞോളൂ, കുഞ്ഞ് ഹോളിൽ തന്നെ കിടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട ഉടനെ അയാളാണെങ്കിൽ വരാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ജാനമ്മ വീണ്ടും കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് നോക്കുന്നു. കുഞ്ഞിനെ കാണുന്നതും ജാനമ്മയ്ക്ക് വളരെ സങ്കടമാകുന്നുണ്ട്. പക്ഷേ തൻ്റെ ഗതികേട് കൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ താൻ ചെയ്യുന്നതെന്നുള്ള ബോധം ജാനമ്മയ്ക്കുണ്ട്. കുഞ്ഞിനെ എടുക്കാനായിട്ട് അയാളാണെങ്കിൽ അകത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ ആരുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം അയാൾ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജാനമ്മയാണെങ്കിൽ അയാൾ വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും അയാൾ വരുന്നത് കാണുന്നതും ജാനമ്മയാണെങ്കിൽ ആകെ വിഷമിച്ച് തന്നെ കരയാണ്. പെട്ടെന്ന് ജാനമ്മ അടുക്കളയിൽ തന്നെ ഒളിച്ചു നിൽക്കുന്നു. അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് ജാനമ്മ അങ്ങനെ നേരിൽ തന്നെ കാണുന്നു. കുഞ്ഞ് പോയതിന് ശേഷം ജാനമ്മ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഓടി ചെല്ലുന്നുണ്ട്, കുഞ്ഞിനെ കൊണ്ടുപോയോ ഇല്ലെന്ന് നോക്കാനായിട്ട്. അതേസമയം കുഞ്ഞിനെയും കൊണ്ട് അയാൾ ആ സമയം അവിടെ നിന്ന് പോയി കളഞ്ഞിട്ടുണ്ടായിരിക്കും. ജാനമ്മയാണെങ്കിൽ വീണ്ടും അടുക്കളയിൽ വന്ന് തന്നെ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. നെഞ്ചു പൊട്ടിക്കരയുന്ന ജാനമ്മയുടെ ഫോണിലോട്ടാണെങ്കിൽ മഹി വിളിക്കുന്നു. മഹിയുടെ ഫോൺ കണ്ടതും ജാനമ്മയാണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, ജാനമ്മ, ഞങ്ങൾ മോൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, എല്ലാ ബില്ലുകളും ഞങ്ങൾ അടച്ചു, ഇനി ഒന്നും അടയ്ക്കാനില്ല. മരുമകളെ കണ്ടായിരുന്നു, മരുമകളുടെ കയ്യിലും കുറച്ച് പൈസ കൊടുത്തായിരുന്നു. ജാനമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഡോക്ടർ പറഞ്ഞത് അപകടനില തരണം ചെയ്തുവെന്നാണെന്ന് പറയുമ്പോൾ ജാനമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ആകെ ഒരു ഞെട്ടലുണ്ടാകുകയാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളോടാണല്ലോ ഞാൻ ഈ ദ്രോഹം ചെയ്തതെന്നോർത്ത് ജാനമ്മയാണെങ്കിൽ നെഞ്ചു പൊട്ടി തന്നെ കരയാണ്. ഞാനിനി എന്താണ് അവരോട് പറയേണ്ടതെന്നെല്ലാം ഓർത്ത് വളരെ വിഷമത്തോടുകൂടി തന്നെ കരയുന്നു. അതേസമയം കുളി കഴിഞ്ഞ് വരുന്ന ലേഖയോടായിട്ട് ജാനമ്മ പറയുന്നുണ്ട്, മോളെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മ കരയുന്നു. ഇത് കേൾക്കുന്ന ലേഖയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ജാനമ്മ എന്താ ഈ പറയുന്നത്, എൻ്റെ കുഞ്ഞെവിടെ, എൻ്റെ നിലമോൾ എവിടെയെന്നെല്ലാം ചോദിച്ചുകൊണ്ട് ലേഖയാണെങ്കിൽ മുറ്റത്തോട്ട് ഇറങ്ങി ചെന്നുകൊണ്ട് നിലമോളെ എന്ന് വിളിച്ചുകൊണ്ട് ഉറക്കെ കരയാണ്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ജാനമ്മയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, കുഞ്ഞിനെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ, നല്ലവണ്ണം നോക്കണമെന്നല്ലേ പറഞ്ഞത്, എൻ്റെ നിലമോളെ എവിടെയാണ് പോയത്, നിങ്ങൾ എന്താ എൻ്റെ നിലമോളെ ചെയ്തതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് ജാനമ്മയുടെ നേരെ ദേഷ്യപ്പെടുകയാണ് ലേഖ. അതേസമയം അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് വരികയാണ് അനന്ത് ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന്. അപ്പോഴേക്കും നിലമോളെ കാണലില്ല എന്നും പറഞ്ഞുകൊണ്ട് ലേഖ കരയുന്നു. അതേസമയം അനന്ത് പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ, ഞാൻ പുറത്ത് പോയി നിലമോളെ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ അനന്ത് പുറത്തോട്ട് പോകുന്നു. അനന്തു അങ്ങനെ വേഗം തന്നെ മാർക്കോനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാർക്കോ ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. മാർക്കോ പറയുന്നുണ്ട്, സാർ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ഞാൻ അന്വേഷിക്കാമെന്ന് പറയുന്നു. ഇതേസമയം കുഞ്ഞിനെ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയ കാര്യം ഒട്ടുപാല് വിളിച്ചു പറയുന്നത് കേട്ട് വളരെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് പ്രതാപൻ്റെ സന്തോഷം കണ്ടിട്ട് മുത്തശ്ശിക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. അങ്ങനെ പ്രതാപൻ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ നമ്മുടെ മോളാണ് സന്തോഷിക്കാനായിട്ട് പോകുന്നത്, ഈ തിരുവോണ നാളിൽ നമ്മുടെ മോള് ചിരിക്കും, ആ കണ്ണനും മഹാലക്ഷ്മിയും കിടന്ന് കരയുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് സംസാരിക്കുന്നു. ഇനി എനിക്ക് സന്തോഷമായിട്ട് ജയിലിലോട്ട് പോകാമമ്മേ, എൻ്റെ മോൾക്ക് ഒരു സന്തോഷം കൊടുക്കാനായല്ലോ എന്നുള്ള ഒറ്റ സമാധാനത്തോടു കൂടി തന്നെ സന്തോഷമായിട്ട് എനിക്ക് ജയിലിലോട്ട് പോകാമെന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട്. അതേസമയം നിലമോളെ കാണാനില്ലെന്നുള്ള കാര്യം ലേഖ വിളിച്ച് മഞ്ജുവിനെ അറിയിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഞ്ജുവും ദുർഗയും ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹിയും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം മഞ്ജു ആണെങ്കിൽ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്. ഇവരുടെ സംസാരം ശ്രദ്ധിച്ചു നിന്ന കരുണയാണെങ്കിൽ ഈ വിവരം അറിയുമ്പോൾ വളരെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. പിന്നീട് അനന്തുവാണെങ്കിൽ ലേഖയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ സമാധാനമായിട്ട് ഇരിക്കുന്ന, ഇങ്ങനെ വിഷമിക്കാതെ, മാർക്കോനോട് ഞാൻ വിവരങ്ങളെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവൻ അന്വേഷിച്ചാൽ കിട്ടാതിരിക്കില്ല കുഞ്ഞിനെ എന്നെല്ലാം പറയുന്നു. അപ്പോഴേക്കും ലേഖ പറയുന്നുണ്ട്, എന്നെ വിശ്വസിച്ചാണ് കണ്ണേട്ടനും മഹിയും കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയത്, ഈ ഒരു വിധി എനിക്ക് വന്നല്ലോ ദൈവമേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലേഖയാണെങ്കിൽ അലറിക്കരയാണ്. മാർക്കോ ആണെങ്കിൽ തോമസ് വൈദ്യൻ്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട്. തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, ഇതിൻ്റെ പിറകിൽ വേറെ ആരുമല്ലായിരിക്കും, ഇവരാരെങ്കിലും തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, അതുകൊണ്ട് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, നീ എത്രയും പെട്ടെന്ന് പോകാനായിട്ട് പറയുന്നുണ്ട് മാർക്കോനോട്. അങ്ങനെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്ന ഒട്ടുപാലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കാറിൽ കയറി കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിക്കണം, എന്നാൽ മാത്രമേ അയാൾ തരാമെന്ന് പറഞ്ഞിട്ടുള്ള പൈസയും വാങ്ങിച്ചിട്ട് എനിക്ക് പോകാനായിട്ട് പറ്റുള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വണ്ടി വിടാനായിട്ട് ഒട്ടുപാലാണെങ്കിൽ അയാളോട് പറയുന്നുണ്ട്.
ഒട്ടുപാലാണെങ്കിൽ ആകെ ഭയന്ന് വിറച്ചുകൊണ്ട് ചുറ്റും നോക്കുന്നുണ്ട്. മാർക്കോ അങ്ങാനും തൻ്റെ പിറകെ ഫോളോ ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളൊരു പേടി ഒട്ടുപാലിനുണ്ട് താനും. അയാൾ ഭയന്നതുപോലെ തന്നെ സംഭവിക്കുന്നു. മാർക്കോ ആണെങ്കിൽ ഒട്ടുപാലിനെ ഫോളോ ചെയ്ത് കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.